ബുധനാഴ്ച നാസർ കൗണ്ടി സ്റ്റേഡിയത്തിലാണ് ഇന്ത്യ അമേരിക്ക മത്സരം നടക്കുന്നത്. മാച്ച് മലയാളം കമന്ററിയിൽ സ്റ്റാർ സ്പോർട്സിലും ഹോട്ട്സ്റ്റാർ മൊബൈലിലും കാണാൻ സാധിക്കും. വൈകിട്ട് 8 മണി മുതലാണ് മാച്ച് ആരംഭിക്കുക. പാകിസ്ഥാനെ തോൽപ്പിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിൽ US ഇറങ്ങുമ്പോൾ അവരിൽ 3 താരങ്ങളെ ഒതുക്കുക എന്നതാണ് ടീം ഇന്ത്യയുടെ ടാസ്ക്. മോണക് പട്ടേൽ, ആരൻ ജോൺസ്, സൗരഭ് നേത്രാവൽക്കർ ഈ 3 പേരാണ് അവരുടെ മണ്ണിൽ ഭീഷണി ഉയർത്തുന്ന താരങ്ങൾ. ബൗളിങ്ങിനെ അകമഴിച്ച് സഹായിക്കുന്ന പിച്ചിൽ വലിയൊരു സ്കോർ പിറക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല. ടീം ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഓപ്പണിങ്ങിൽ ജയ്സ്വാളിനെ തിരികെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഓപ്പണിങ്ങിൽ കോഹ്ലി പരാജയമായിരുന്നു. കോഹ്ലിയെ 3-ാം നമ്പറിലേക്ക് മാറ്റി ജയ്സ്വാളിനെ കൊണ്ടുവന്നാൽ ഇന്ത്യക്ക് മികച്ച സ്റ്റാർട്ട് കിട്ടും. മധ്യനിരയിൽ സൂര്യകുമാർ യാദവ്, ശിവൻ ദുബൈ എന്നിവരൊന്നും മികച്ച രീതിയിൽ കളിക്കുന്നില്ല. ഒരു പരിധിവരെ പിച്ചിനെ പഴിക്കാമെങ്കിലും ബെഞ്ചിലിരിക്കുന്ന താരങ്ങളെ കൂടി പരീക്ഷിക്കാനുള്ള അവസരമാണിത്. ആവശ്യത്തിലേറെ ഓൾറൗണ്ടർമാരുള്ള ടീമിൽ ദുബൈനെ മാറ്റി സഞ്ജുവിന് അവസരം കൊടുത്താൽ എന്താണ് എന്ന ചോദ്യം ഉയർന്നു തുടങ്ങി. കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കുന്ന ശീലമുള്ളതാണ് സഞ്ജുവിന് വിനയായി മാറുന്നത്. ബുധനാഴ്ചത്തെ മത്സരത്തിൽ സഞ്ജു ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ആ അവസരം സഞ്ജു പ്രയോജനപ്പെടുത്തുമോ എന്നാണ് കണ്ടറിയേണ്ടത്. പാകിസ്ഥാനെയും അയർലൻഡിനെയും തോൽപ്പിച്ച് ടീം ഇന്ത്യ ഏറെക്കുറെ സൂപ്പർ 8 ഉറപ്പിച്ചു കഴിഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ ഗ്രൂപ്പ് എയിൽ നിന്നും ഇന്ത്യയും USA സൂപ്പർ 8-ൽ വരാനാണ് കൂടുതൽ സാധ്യത.